അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പോണത് കുവൈത്തിലെ തട്ടുകട, നമ്മളെ നാട്ടിലുള്ള അതേ സെയിം തട്ടുകട. കുറേ ക്യാമ്പുകളൊക്കെ ഉള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു 20,000-25,000 മേളിൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടാവും. ഒക്കെ നമ്മളെ ഇന്ത്യക്കാരും ഫിലിപ്പീൻസ്, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാൻ അങ്ങനത്തെ ഉള്ള കുറേ ഏഷ്യൻ ടീമാണ് ടോട്ടൽ മാക്സിമം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പറഞ്ഞാൽ ടാറ്റൻ്റെ ബസ്സൊക്കെ അങ്ങ് ലേലൻഡിൻ്റെ ബസ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലേലൻഡിൻ്റെയും ടാറ്റൻ്റെയും മുതലാളിമാർ തന്നെ അന്തം വിടും. എത്ര തോന്നെ ബസ്സൊക്കെ ഇറങ്ങിയോ നമ്മളെ കമ്പനിയിൽ നിന്ന് എന്ന് വിചാരിക്കണം. അത്രയും വണ്ടികളും ഇതൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇപ്പം തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ മാതിരി തട്ടുകടയാണ്. ഇനി എന്താണ് അവിടെ കിട്ടുക എന്നുള്ള എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച അൻസാരി ഇവലൊക്കെ പോയിനി എന്നാണ്. അൻസാരിയൊക്കെ പോയിന്. അവിടെ പോലെ അവിടുന്ന് ദോശയൊക്കെ കഴിച്ചു തരണേ. നമ്മളെ നാട്ടിലെ ഗ്രീൻ പീസ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മളെ മെയിൻ. നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ ഗ്രീൻ പീസ്. വേണ്ട, രണ്ട് സൈഡിലും വണ്ടികൾ. വലത്തെ സൈഡിലാണ് മൊത്തം ഇതുള്ളത്. ഏത് ക്യാമ്പുകൾ, അതൊക്കെ ക്യാമ്പാണ്. 2 നിലയുള്ള ക്യാമ്പാണ്. ക്യാമ്പ് ഒക്കെ മറ്റേ ഈ ഷീറ്റ് വെച്ച് അടിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ ഷീറ്റാണെങ്കിൽ ഉള്ളിൽ നല്ല സെറ്റപ്പ് കയറും. പിന്നെ എല്ലാ ക്യാമ്പിലും ഫുഡ് ഉണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ ആൾക്കാർ പുറത്ത് വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണത്. പിന്നെ പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കണതിൽ ഒരു പകുതിയിലേറെ ആൾക്കാരും എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം 2 വിട്ടുകാണ്ട് വരുന്ന പോലെ കയറും. എനിക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ്. 9 മണിക്ക് ഞങ്ങൾ വന്നത്. 7 മണിക്ക് പോലും വന്നപ്പോൾ ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം 9 മണിയായി. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്. പോകുമ്പോൾ അവിടെ റോഡ് പാലം കേടുന്നതുകൊണ്ട് വേറെ റോട്ടിന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര ക്യാമ്പ് അത്. ഇവിടെ ഞാൻ അരിക്കച്ചവടം ചെയ്തപ്പോൾ അരി കൊടുത്തിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പില്. ഇവിടെ ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച വരലുണ്ട്. ില്ലയോ അതേമാതിരി താഴെ അതും കൂടെ ഇട്ടേക്കും. 2 ഇതല്ലേ അടിയിലും മേളിലും 2 തട്ടാ, 2 നിലയാ. ഇതിന്റെ അറിയാൻ പറഞ്ഞേ. നമ്മളത്രയും എന്തോ ABJ, കിസ്കോ, NBTC. അപ്പുറത്താണ് ഇതിനെക്കാട്ടും ക്യാമ്പ്, കുറേ ക്യാമ്പ്. ഇസ്കോന്റെ ക്യാമ്പൊക്കെ നല്ല രസമാണ് കാണാൻ. അവിടുത്തെ അവിടെ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. പകല് പറഞ്ഞ ഇഷ്ടംപോലെ മരങ്ങൾ ആദ്യത്ത്. ഇനി അങ്ങോട്ട് പോകുമ്പോ ബാക്കി അയ്യോ, നമ്മളെ തട്ടുകടകൾ എത്തിയിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ എവിടെ നിർത്തണ്ടി? ആ സൈഡിൽ നിർത്താം. ആ സൈഡിൽ നിർത്താം. ഇത് മൊത്തം ഞാൻ ഒപ്പിയെടുക്കും ക്യാമറയിൽ. എന്തിനാ? രസല്ലേ? ഇതാണ് ഇവിടുത്തെ തട്ടുകട. പച്ചക്കറി, സംസാരമുണ്ട്. എന്തിന്? തക്കാളിയാ? തക്കാളി 200 ചില്ലറ വിളിച്ചുള്ളടാ. മറ്റേ ഇവിടെ ഗ്രാൻഡിൽ ഇന്ന് ഓഫർ ഇട്ടിക്കണ്. അത് ലൈറ്റ് ഓഫ് ആയി. എല്ലാരും ലൈറ്റും പോയല്ലോ. ഇതെന്താ? മൊബൈൽ ആക്സസറീസ്. ഇനിയാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഹോട്ടൽ ഓംപ്ലേറ്റ്. ഓ, എന്താ ഒരു മണം. നാട്ടില് തട്ടുകടയ്ക്ക് ചെല്ലണ മണം അല്ലണോ? നാട്ടിലെ തട്ടുകടയ്ക്ക് ചെല്ലണ മണാണ്. നമുക്കെന്ത് തിന്നണ്ടേണോ? ഓംപ്ലേറ്റ് ആക്കാം, അതാ രസം. ഇതൊന്ന് തിന്നണ്ടേ, രസമല്ലേ? ചായ ഞാൻ ഓഫർ. റൈസൊക്കെ ഉണ്ട് കേട്ടാ. എന്തോ ഫ്രൈഡ് റൈസ് മാതിരിയുള്ള റൈസാണ്. ആൾക്കാരൊക്കെ വൈകുന്നേരം വന്നുകൊണ്ട് എല്ലാവർക്കും ക്യാമ്പിൽ ഭക്ഷണമുള്ള ആൾക്കാരാണ് ഈ വന്നുകൊണ്ട് കഴിക്കണത്. അണ്ണാ ചായ കുടിക്കും. പഞ്ചസാര ഉണ്ട്, ഷുഗർ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഗ്രീൻ പീസ് ഇല്ല, താറാവ് മുട്ട പീങ്ങുന്നില്ല, കാടമുട്ട പീങ്ങുന്നില്ല, നാടൻ മുട്ട പീങ്ങുന്നില്ല, സാധാ മുട്ട പീങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഇവിടെ. ഉണ്ട്. എനിക്കൊരു ഡബിൾ ഓംപ്ലേറ്റ് വാങ്ങി തരണം. ആയിക്കോട്ടെ. ഒരു 5 പൊറോട്ട. ചപ്പാത്തി അല്ല, പൊറോട്ട പോരാ. ബജിയൊക്കെ കാലിയായി.
हाँ वो 5 पराठा ചട്നി ഉള്ളി വെട്ടുന്നത് അജിക്കല്ലേ. അപ്പോൾ ഇവിടെ കച്ചവടം കഴിഞ്ഞു. 9 നിർത്തി. ഇതെന്താ ബക്കാലാണേ? ബക്കാല അല്ലേ? ബക്കാല നമുക്ക് വേണ്ട, ബക്കാല എല്ലായിടത്തും ഉള്ളതല്ലേ. ഇവിടെ കള്ളോടെ കിട്ടുക. ഇതെന്താ ലോട്ടറിയോ? മൊബൈൽ കട, മൊബൈലിൻ്റെ ഡ്രസ്സുകള്, കോട്ടുകള്. അതെന്താണ്? ഇന്നറാ? आधा करिए तो 2-3 लेगा ആ 2 എണ്ണം എടുക്കണേ. नहीं एक करिएगा, एक रुपया देगा 2 देगा. അൻസാരി ഭയങ്കര വില പേസിലെടുത്തിട്ട് വേണം എടുത്തോടാ. ചെരുപ്പൊക്കെ ഉണ്ടെണ്ണ. രാത്രി 9 മണിക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഇവിടെ കയറിയിട്ടുണ്ട്. മാലക്ക് ഇവിടെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നാട്ടിലൊരു ഫീലിംഗ് ഉണ്ട. ഫുൾ ഫിറ്റാണ്, അതൊക്കെ ഫുൾ ഫിറ്റാ. ആടി നിൽക്കണണ്ട. ഇവരുണ്ടല്ലോ ഭയങ്കര തിരക്കേന്. കഴിഞ്ഞ ആഴ്ച പോലെ 7 മണിക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ 9 മണി കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തിരക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മാവൊക്കെ തീർന്നുക്കണു അടിച്ചടിച്ച്. അവിടെ ദോശൻ്റെ ഒക്കെ വലിപ്പം കണ്ടു. ഭയങ്കര ദോശയായിട്ട്. ഇതൊക്കെ കമ്പനിയിൽ ഇഷ്ടംപോലെ ഫുഡുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ കെട്ടുകണക്കിന് കിട്ടും. പണ്ട് എനിക്ക് ഇവിടെ ഒരു കൂട്ടുകാരനുണ്ട് ഈ ഇതേമാരത്തെ ക്യാമ്പിൽ ഫുഡ് കൊടുക്കണേ. എന്നും ഓൽക്ക് രാത്രിയും പകലും ഫ്രൂട്ട്സ് കിട്ടും. എന്നിട്ട് ഇവർക്ക് തിന്നൂല. ഈ ആപ്പിള്, നാരങ്ങ, അതേമാതിരി മറ്റേത് പഴം. എന്നിട്ട് ഇതെല്ലാം കടാ ഭയങ്കര ഉഷാറിലാട്ടാ. തുണി കൊണ്ടൊക്കെ തുടങ്ങിയിട്ട് സുഖമല്ല. എന്തൊക്കെയാ നടക്കാവോ. നമ്മളെ നാട്ടിലെ ഗ്രീൻ പീസ് ഇല്ല കേട്ടോ ഇവിടെ. ഞാൻ ഇങ്ങനെ ക്യാമ്പിലൊക്കെ ഉണ്ടല്ലോ, ക്യാമ്പിൽ ഫുഡ് ഞാൻ പറഞ്ഞേ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങോട്ട് ഈ ഫ്രൂട്ട്സ് ആരെങ്കിലും നമ്മളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ റൂമിലേക്ക് ഇവർ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കെട്ടിക്കണം ഒന്നായിട്ട് കൊണ്ടുവരും. കാരണം ഇവർക്ക് എന്നും ഫ്രൂട്ട്സ് ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവും. പിന്നോ മോനെ ദോശ പരത്തുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് അസുഖം. ചൂടുള്ള കല്ലുമ്മൽ ചൂടാവില്ല, എന്നാലും പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ കറിപ്പാത്രമാണ്. കറിയൊക്കെ ഇങ്ങനെ മെസ്സിൽ പൊയിഞ്ഞു കൊടുക്കണ ഭയങ്കര ദോശ. നിനക്കോ? ഇവിടെയുള്ള നായ്ക്കളൊക്കെ പൊതുവെ ഇങ്ങനെ, കാരണം നമ്മളവിടെ എടുത്തേക്കലും വേണ്ട പേടിച്ചിക്കാണ്ട് ഇങ്ങനെ കൊണ്ട് മുണ്ടും. അതിന് ഭയങ്കര പേടിയാണ്. നാട്ടിലെ നായ്ക്കൾ കല്ലെടുത്ത് എറിഞ്ഞാലും മതി, കല്ലെടുത്താലും കൂടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അതുപോലെ ചപ്പാത്തി കൊണ്ട് റൊട്ടി ഉണ്ടാക്കാം. റൊട്ടി ഉണ്ടാക്കുന്ന വേറെ ലെവലാണ്. എൻ്റെ ദിമ്മിലിട്ടുകൊണ്ട് ഈ എന്താ അതിന് പറയല്, പൊറോട്ടക്കല്ല്, നമ്മളെ നാട്ടിലെ പൊറോട്ടക്കല്ലും ഇട്ടുകൊണ്ട് അവിടെ പകുതി വേവാകണുള്ളൂ. വേവുണ്ടാവുമ്പോഴത്തേന് മറ്റേ എന്തുകൊണ്ട് കൈകൊണ്ട് അതുകൊണ്ട് ഇറുക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് തീയിൽ കാട്ടിക്കാണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ്. അപ്പോഴേക്കാണ് ചിലപ്പോൾ റൊട്ടിയിലെ ടേസ്റ്റ് വരും. ഭയങ്കര രസമാണ്. ഇതൊക്കെ ചപ്പാത്തി എന്നുള്ള എല്ലാ ക്യാമ്പിലും ഭക്ഷണം കിട്ടണം. പക്ഷെ നമ്മൾ നാട്ടിലിപ്പോൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും പുറത്ത് പോയി കണ്ടൊന്നും കഴിക്കില്ല. പക്ഷെ വേറെ ഒന്നുണ്ട് കേട്ടോ, നമ്മളെ നാട്ടിലെ സാധനങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഈ ദോശ, അതായത് തമിഴ് ആളുകൾ, അതേമാതിരി മറ്റേ നോർത്ത് ഓൽക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. കേരളക്കാർക്കുള്ള ഭക്ഷണം, കേരളം തന്നെ നമ്മളെ മലബാർ ഏരിയക്കുള്ളത് വളരെ കുറവാണ്. അതായത് നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്, അതേമാതിരി ഗ്രീൻ പീസ്, മുട്ടക്കെട്ട് കണ്ടിട്ടുള്ള ആ ഗ്രീൻ പീസ്, അതേമാതിരി കാടമുട്ട പീങ്ങിയത്, മറ്റേ താറാവ് മുട്ട പീങ്ങിയത്, അതേമാതിരി നാടൻ മുട്ട പീങ്ങിയത്, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മളവിടെ തട്ടുകടയിൽ കിട്ടണ ഒരു സാധനം ഇല്ല. ഈ ദോശയാണ് ഇവരെ മെയിൻ സംഭവം. ദോശ എനിക്കാണ് ഇത് കണ്ടുകൂടെ. ഞാൻ ഓംപ്ലേറ്റ് അടിച്ച്
ഓംലേറ്റ് തിന്ന് ഒരു ഡബിൾ ഓംലേറ്റ് വാങ്ങി ഞങ്ങൾ തിന്ന്. പക്ഷേ എൻ്റെ വയറ് ഭയങ്കരമായിട്ട് കേടാ. എനിക്ക് ഇങ്ങനത്തെ ഈ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ അറിയില്ല, എനിക്ക് സാധാരണ പിടിക്കലില്ല, എന്താ അറിയില്ല. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലില്ല, അതുകൊണ്ടാണ് കയറും ഒക്കെ റൂമിൽ ഉണ്ടാക്കി തിന്നേ. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം നാട്ടിൽ ഇവിടെ ആണെങ്കിലും റൂമിൽ ഭക്ഷണം ഉണ്ടാക്കി തിന്നേ. ഞങ്ങൾ ഇവരൊക്കെ ക്യാമ്പിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല. ഇത് ഈ ക്യാമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യാണ് ഭക്ഷണം. അപ്പോൾ എന്നും ഒരേ മെനു അല്ലേ. ചിക്കന് ചൊവ്വാഴ്ച ചിക്കനാണെങ്കിൽ ചൊവ്വാഴ്ച ചിക്കന്, ഞായറാഴ്ച ചിക്കൻ പൊരിയാണെങ്കിൽ ഞായറാഴ്ച ചിക്കൻ പൊരി, മട്ടനാണെങ്കിൽ മട്ടൻ്റെ ദിവസം മട്ടൻ. അപ്പോൾ ഒരു വ്യാഴ്ച പുറത്ത് വന്നിട്ട് വെള്ളം അടിക്കണ പോലെ ഉണ്ടാവും. അങ്ങനെ അടിച്ച് ഇങ്ങനെ 4 വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തിർന്ന് ശരിയാ. അപ്പടിയാ കിടന്ന് ഉദ്ഘാടനം കഴിഞ്ഞ കടയുണ്ടോ, എനർജി വരട്ടും ഡ്യൂട്ടി ചെയ്യണ്ടേ. സാധാരണ ഈ മസാല ദോശ ഇപ്പോൾ അൻസാരി ഇപ്പോൾ ആ വലിയ ദോശ ഉണ്ടല്ലോ, ആ വലിയ ദോശ അൻസാരി തിന്നണ ആ ദോശക്ക് ഇവിടെ പുറത്ത് 400 ഇൽസ ഒക്കെ വില ഉണ്ട്. പക്ഷെ അതൊന്നുമില്ല, അത്ര വില ഇല്ല. അങ്ങ് നോക്കുമ്പോൾ ചായക്ക് 100 ഫിൽസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300 ഫിൽസ് ചായക്ക് ചായൻ്റെ വില തന്നെ ആയിരിക്കും അൻസാരി. അതേമാതിരി ഇവിടെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ കൂടുതലും നമ്മളില്ല 2 വിട്ട് കണ്ടുള്ള ആൾക്കാർ. എന്നാലും ഇവിടെ കച്ചറ കുലുമാലീസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓംലേറ്റ് സമ്മന്തി കൂട്ടി സാപ്പിടുന്നത് ആദ്യമായിട്ടാണ്. വെള്ളം അടിച്ചിക്കണിച്ചിട്ട് ഞാൻ രാജാവാണെന്ന് തോന്നണ പരിപാടി ഇവിടെ അല്ല. അതൊക്കെ നാട്ടിലാണ് ഒന്നടിച്ചാൽ ഞാനാണ് രാജാവ് എന്ന് തോന്നലും. അവിടെ പോയി കച്ചറ ഉണ്ടാക്കല്. ഇവിടെ കച്ചറ ഉണ്ടാക്കി വലിയ പണി കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ ഒരു അഭിനയമാണ്. വെള്ളം അടിച്ചിക്കാണ്ടുള്ള അഭിനയം. ഞാനതിന് അഭിനയം എന്നാ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാണ്ട് എന്താ പറയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രാജാവാണെന്ന് ഓന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും തോന്നണ്ടേ. ഇവിടെ എന്താ മെല്ലെ വന്നുകാണ്ട് 2 വിട്ടുകാണ്ട് മെല്ലെ വന്നുകാണ്ട് ഭക്ഷണം കഴിച്ചുകാണ്ട് മെല്ലെ പോണത്, വർത്താനം പറഞ്ഞ് പോണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.